അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാസികൾക്ക് വേണ്ടി രണ്ട് വാക്ക്. നിങ്ങളുടെ എത്ര ആളുകൾ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്നുണ്ട്? ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് സുഖമല്ലേ, നിങ്ങൾ ഓക്കെ അല്ലേ, ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ അവിടുത്തെ അവസ്ഥ എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പെരുന്നാൾ വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസം വരുമ്പോൾ ഒരു ഫോൺ കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ്. ഇന്ന് പണ്ടുണ്ടായിരുന്നത് പോലെയല്ല. പണ്ടൊക്കെ പ്രവാസികൾ നാട്ടിലേക്ക് വിളിക്കുകയായിരുന്നു പതിവ്. നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വിളിക്കാൻ ഒരുപാട് കാശ് ചെലവിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇവിടെയുള്ള ആളാണെങ്കിലും നാട്ടിലുള്ള ആളാണെങ്കിലും എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഒരു പൈസയും ചെലവില്ലാതെ നമുക്ക് മെസ്സേജിലൂടെ, വീഡിയോ കോളിലൂടെ, ഓഡിയോ കോളിലൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ പോലും ഒരാളും നാട്ടിൽ നിന്നും ഇങ്ങോട്ട് ഒരു വിഷയം അയക്കാനോ ഒരു കാര്യങ്ങൾ ചോദിക്കാനോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണത്? ഒരുപാട് ആളുകൾ റീൽസുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ സങ്കടം പറയുന്നുണ്ട്. എന്താ, എന്തുണ്ടെങ്കിലും ഞാൻ ഇങ്ങന്ന് നാട്ടിലേക്ക് വിളിച്ചിട്ട് വേണം അറിയാനും അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനും. അവരിങ്ങോട്ട് ഇതേവരെ ഇനി ഒരാഴ്ചയല്ല 10 ദിവസമല്ല ഒരു മാസം ഞാൻ വിളിച്ചില്ലെങ്കിലും അവരിങ്ങോട്ട് വിളിച്ചിട്ട് എന്താ നിനക്ക് സുഖമല്ലേ, കുറേ നാളായല്ലോ ഫോണ് വിളിക്കാതെ എന്നുള്ള ഒരു ചോദ്യം പോലും അവർ ചോദിക്കുന്നില്ല. എൻ്റെ കുടുംബങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് റീൽസുകൾ കാണാറുണ്ട്. ഇന്ന് പെരുന്നാളല്ലേ, നാട്ടിൽ നിന്നും നിനക്ക് എത്ര വിഷു വന്നിട്ടുണ്ട്, എത്ര ആളുകൾ നിന്നെ വിളിച്ചിട്ട് ആശംസ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പരസ്പരം ചോദിക്കുന്ന ഒരുപാട് റീൽസുകൾ നമ്മൾ കാണാറുണ്ട്. അത് വെറും റീൽസായിട്ട് നിങ്ങൾ കാണണ്ട, അത് അവരുടെ സങ്കടങ്ങളാണ്. തീർച്ചയായിട്ടും അവർ ഈ മരുഭൂമിയിൽ വന്നിട്ട് ഇവിടെ കഷ്ടപ്പെടുന്നത് അവരുടെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ടല്ല. സ്വന്തം കാര്യം നോക്കാൻ അവർക്ക് നാട്ടിൽ തന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ടി ജീവിച്ചാൽ മതി. എന്നാൽ കുടുംബം നോക്കണം. അതുപോലെ തന്നെ ഒരുപാട് പ്രാരാബ്ദങ്ങൾ തലയിൽ വെച്ചിട്ടാണ് ഓരോ പ്രവാസിയും ഇങ്ങോട്ട് കടൽ കടന്നിട്ടുള്ളത്. എന്നാൽ അവരുടെ കണ്ണുനീര് കാണാൻ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഇന്ന് ഒരാളും മനസ്സ് സമ്മതിക്കുന്നില്ല, മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതിലുപരി ഒരുപാട് ആളുകൾ പ്രവാസികൾ വിളിക്കുന്ന സമയത്ത് ഫോൺ നോക്കിയിട്ട് ഇത് അവന് വിളിക്കുക, ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും, അവനിക്ക് പല കാര്യങ്ങളും ചോദിക്കാനുണ്ടാകും, അതുകൊണ്ട് ഇപ്പോൾ എടുക്കേണ്ടിയില്ല എന്ന് വെച്ചിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്ന ആളുകൾ പോലും നമ്മളിൽ കുറവല്ല, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അതേ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു കാശിൻ്റെ ആവശ്യം വന്നാൽ ഏറ്റവും ആദ്യം ആളുകൾക്ക് ഓർമ്മ വരുന്നത് പ്രവാസികളെ ആയിരിക്കും. അവർ ചോദിക്കാൻ മടിക്കുകയുമില്ല. പ്രവാസ ലോകത്തുള്ള ആളുകളെ കാശിന് വേണ്ടി എത്ര പ്രാവശ്യം വിളിക്കേണ്ടി വന്നാലും അവർ വിളിക്കാതിരിക്കില്ല. ഇത് പ്രവാസികൾ എന്തെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനെ എടുത്തു പറയാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. കാശിൻ്റെ കാര്യത്തിനല്ലാതെ എത്ര ആളുകൾ, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഉപകാരമുള്ള കാര്യമായിരിക്കണം, നമുക്കെന്തെങ്കിലും ഉപകാരമുള്ള കാര്യത്തിനോ അല്ലെങ്കിൽ ഈ കാശിൻ്റെ ആവശ്യത്തിനോ അല്ലാതെ നമ്മൾ പ്രവാസികളെ വിളിച്ചിട്ടുണ്ടോ? ഒരു സുഖവിവരം അന്വേഷിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു പ്രവാസി ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം അവരെ തിരിച്ച് വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവും, എന്തേ നിനക്ക് സുഖമല്ലേ, അതോടുകൂടെ അത് കഴിഞ്ഞു. എന്നാൽ പ്രവാസികൾ ഒരിക്കലും ഒരാളുടെയും നന്ദി ആഗ്രഹിച്ചുകൊണ്ടല്ല സഹായിക്കുന്നത്. അത് അവരുടെ മനുഷ്യത്വമാണ്, അവരുടെ മനസ്സുകൊണ്ട് അവരറിഞ്ഞ് സഹായിക്കുന്നതാണ്. പിറ്റേ ദിവസം തന്നെ അവർ തെറി വിളിച്ചാലും ആ പ്രവാസിക്കൊന്നും പോകാനില്ല. കാരണം എന്താ? അവർ മനസ്സറിഞ്ഞ് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പ്രവാസികളുടെ മനസ്സറിഞ്ഞ് സഹായമില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട് ഇന്ന് ഇതുപോലെ ആവില്ലായിരുന്നു. ഇതൊക്കെ കൊറോണയുടെ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന പ്രവാസികളായാലും അവർ നാട്ടിലേക്ക് വരുമ്പോൾ അവനിക്ക് കൊറോണ ഉണ്ടാകും എന്നുള്ള ആ ഒരു സംശയത്തിൽ സ്ഥിരീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. സ്ഥിരീകരിക്കാതെ തന്നെ വേറിട്ട ഒരു ഒറ്റമുറിയിൽ താമസിപ്പിച്ചിട്ട് ഭക്ഷണം പോലും കൊടുക്കാൻ ആളുകൾ തയ്യാറാവാതെ നാട്ടിലൂടെ പേപ്പട്ടിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയേണ്ടി വരുന്ന ഒരുപാട് പ്രവാസികൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടോ ആ കൊറോണ കാലങ്ങളൊക്കെ മാറി അതിനുശേഷം അതേ പ്രവാസി തന്നെ ഇവിടെ വന്നിട്ട് മറ്റുള്ള ആളുകളെ സഹായിച്ചിട്ടില്ലേ? സഹായിക്കാതിരുന്നിട്ടില്ലല്ലോ. പക്ഷേ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് ഒരു സുഖമല്ലേ എന്നുള്ള ഒരു കോള് വിളിക്കാൻ ഒരു സുഹൃത്തുക്കളുമില്ല, ഒരു നാട്ടുകാരുമില്ല, ഒരു കുടുംബക്കാരുമില്ല. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തിരുത്തി തരണം. ഒരുപാട് ആളുകളുടെ വിഷമങ്ങൾ കേൾക്കുകയും ഒരുപാട് റീൽസുകളും കാണുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ ചെയ്തിട്ടും ഉപകാരമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും
ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു താല നമ്മെല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് അള്ളാഹു താല ക്ഷമയും കരുണയും നൽകുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു താല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.